മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നതുകൊണ്ട് ഒടിഞ്ഞിരിക്കണം മോന്ത ഇങ്ങനെ ഇപ്പോൾ ഇവിടെ കാണിക്കല്ലേ ഇങ്ങനെ ഇരിക്കണം ഒടിഞ്ഞ എനിക്ക് തൊട്ട് മാമക്കോയുടെ മോന്ത കൊണ്ട് വെച്ചോ ആ വിടർന്ന മോന്ത എക്സ്പ്രഷൻ അവന് വരില്ല, അതറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പറഞ്ഞിരിക്കും അപ്പം നിങ്ങൾ എന്ത് ആവശ്യം ഞാൻ പരിഞ്ഞില്ല, എനിക്ക് ഇഷ്ടമില്ല അത് ചെയ്യുന്നതൊന്നും. കാണിച്ചാലും നിങ്ങളുടെ പോലെ വെഡ്ഡികൾക്ക് കിട്ടണം, വെഡ്ഡികളെ സ്വപ്നം കാണുന്നതിന് ഇവിടെ ശരിക്കുള്ള കാണിച്ചു. എന്നിട്ട് അത് കാണിക്കണം, വേറെ ആൾ കാണിക്കണം, ഞാനും ഗോഷ്ടി കാണിക്കും നിങ്ങളുടെ പോലത്തെ വെഡ്ഡികൾ. ഞാൻ പറയും എനിക്ക് എവിടെ നീ എൻ്റെ തൂർന്ന് മുള്ളതൊക്കെ നോക്കിയിരിക്കണം, ഞാൻ നിന്റെ തൂർന്ന് മുള്ള നോക്കിയിരിക്കണ്ട, പോലീസിനെ വിളിച്ച് അന്വേഷിക്കാം, നിൻ്റെ മക്കളെങ്ങോട്ട് വിടണതിനൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ പെണ്ണൊന്നല്ലല്ലോ, നിങ്ങൾ പെണ്ണാണോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. മക്കളുണ്ട് പെണ്ണ് രണ്ട് ഭാഗത്തും പെണ്ണല്ല, അല്ലല്ലോ. ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. 100-500 വർഷം മുമ്പ് അല്ല 1000 വർഷം മുമ്പ് ആൾക്കാർ ജീവിച്ചിട്ടില്ലേ ക്യാമറയുടെ അള്ളി പിടിച്ച് ക്യാമറ വേണമെന്ന് ഷാട്ടി പിടിച്ചിരിക്കുക ഇല്ല. അപ്പോൾ ക്യാമറയുടെ കൂടെ തുറന്നും ഉള്ളതും നോക്കിയിരിക്കുന്നത് നിൻ്റെ നാവ് ആശുതാക്കുന്നതും കണ്ണ് ചീത്തയാക്കുന്നത് നീയാണ് നുണയും പറഞ്ഞ്, അല്ല ഞാനാണോ? ഇത് പറയാൻ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ വിടുന്നത് പെണ്ണാണോ? നീ തന്നെ വിഡിത്തം നിൻ്റെ ആൻറ്റി ക്രൈസ്റ്റ് കാത്തലിക്കിൽ ഓരോരുത്തർ പറഞ്ഞു വിട്ടത് പെണ്ണാണോ? അല്ല. അപ്പോൾ നീ പെണ്ണാണെന്ന് ഞാൻ പെണ്ണെന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? ക്യാമറയുടെ തുറന്നും ഉള്ളതും നോക്കുന്നത് നീയാണ് അല്ലേ? ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു അല്ലേ? ക്യാമറയോട് ഞാൻ നോക്കി കണക്ഷൻ എൻ്റെ കയ്യിലുണ്ടാ? ഇല്ല. ആ പച്ചയ്ക്ക് തന്നെ ചോദിക്കും. പച്ച പച്ച എന്ന് പറഞ്ഞ മ്യൂസിക് കേട്ടില്ലേ? പച്ച 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 പച്ചക്ക പച്ച എന്ന് കേട്ടിട്ടില്ലേ ഇംഗ്ലീഷിൽ? അപ്പോൾ അത് അങ്ങനത്തെ ഉള്ള രീതിയിലൂടെ ഞാനും ചോദിക്കും. ഇന്നലെയും ഞാൻ ഈ ചെടിച്ചട്ടിയിൽ ജനിച്ചതല്ല ഞാൻ, കഴിഞ്ഞ 30-25 വർഷമൊക്കെ തീർന്നു. അപ്പം എനിക്കറിയാം എവിടെ എന്തൊക്കെയാണെന്ന്, എനിക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ നടക്കണേ. ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വായ തുറന്ന് ചോദിക്കും, നാവ് ചോദിക്കേണ്ടാത്ത തരത്തിൽ ചോദിക്കാതിരിക്കും. യേശോ പറഞ്ഞ പോലെ പള്ളിയിലും മലമോളിയിലും ചെന്ന് പ്രസംഗിക്കുന്നത് എന്താ പറയുക, പ്രാർത്ഥിക്കേണ്ടാത്ത ഒരു സമയം വരുന്നു. അതായത് ജീവനില്ലാത്ത പ്രതിമകളെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയണത്. അതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് ജീവനില്ലാത്ത പ്രതിമയും പാതിരി വർഷം കൊണ്ട് റിപ്പീറ്റായി ചെയ്ത് മരിച്ചവരൊക്കെ ആരാധിക്കുന്നത് തെറ്റാണ്. 3 തുള്ളി വെള്ളം ഒഴിക്കുന്നതല്ല ഗോമോദീസ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുത്താൻ വേണ്ടി തന്നെ മുങ്ങി നിവർ തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ പെണ്ണൊന്നല്ലല്ലോ, പെണ്ണ് പെട്ടെന്ന് നിങ്ങളെ വിടണേ പാരൻസ് പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. 1000-500 വർഷം മുമ്പൊക്കെ ക്യാമറനെ അള്ളി പിടിച്ച് അത് വേണമെന്ന് നിർബന്ധം പിടിച്ച് ഷാട്ടി പിടിച്ചിരിക്കണം എല്ലാവരും, അല്ലല്ലോ. അപ്പോൾ വെഡ്ഡി ക്യാമറ ഒരു തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ പ്രൂഫ് ആക്കി വെക്കുന്നതും കൂമുക്കോയനും മൂമക്കോയനൊക്കെ എടുത്ത് വയ്ക്കി കുരുട്ട് മോന്ത വിടർന്ന മോന്ത പോലെ ആവില്ല എന്നറിയാം. അപ്പം നിൻ്റെ ഇവിടുന്ന് പെണ്ണൊന്നുമല്ലല്ലോ, എൻ്റെ തൂർന്ന് മുള്ളതൊക്കെ നോക്കിയിരിക്കണം നീ, എന്തിനാ ഞാൻ നിൻ്റെ തൂർന്ന് മുള്ളത് നോക്കിയിരിക്കണല്ലോ. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. അവിടെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും തെറ്റിലേക്ക് അടുത്ത ദിവസം ഈ ജീവനില്ലാത്ത 5 പ്രാവശ്യം പാതിരി വേഷം കെട്ടണ എന്താ പറയുക, റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യാണ്ട് 3 തുള്ളി വെള്ളം ഒഴിക്കാതെ മുങ്ങി നിവരാൻ നോക്കും. അല്ലാണ്ട് ആരെയും പറയിപ്പിച്ച് ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല. പറയിപ്പിച്ച് പറയണവരെങ്ങനെയാണ്? പൂർണ്ണ വിവരമില്ലാത്തവർ, സംസാരിക്കാൻ കഴിവില്ലാത്തവർ.